അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളായ നമുക്ക് ശീലിക്കാൻ ഏറ്റവും സുപ്രധാനമായ സ്വഭാവ ഗുണങ്ങളിലൊന്നാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നർത്ഥം. ഏറ്റവും വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന മൂല്യമാണ് തവക്കുൽ എന്ന് പറയുന്ന ഒരു രീതി. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന വിശ്വാസികൾക്ക് എന്ത് നിരാശയാണ്, എന്ത് പ്രയാസമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. എന്നാൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം എന്റെ റബ്ബ് നോക്കിക്കോളുമെന്ന് വിചാരിച്ച് പരിപൂർണ നിസ്സംഗതയോടെ മാറി നിൽക്കുന്ന മാനസികാവസ്ഥയല്ല തവക്കുൽ എന്നാൽ. നമ്മൾ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്ത് അതിന്റെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണ് തവക്കുൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ വഴിപ്പെടുകയാണല്ലോ ഞാൻ, അതുകൊണ്ട് എന്റെ ഒട്ടകത്തെ നീ കാത്തോളണമെന്ന് പറഞ്ഞ് കെട്ടിയിടാതെ നിസ്കരിക്കുന്ന മനുഷ്യനോട് വല്ലാതെ മുഖം കറുപ്പിച്ച പ്രവാചകൻ പറയുന്നുണ്ട്, ഇഴക്കിൽഹ വതവക്കൽ, സ്നേഹിത കൊണ്ടുപോയി ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് നീ അള്ളാഹുവിൽ തവക്കുലാക്ക്. നീ ചെയ്യേണ്ട പണി ചെയ്യാതെ പടച്ച തമ്പുരാൻ അതത്രയും നിന്നെ സംരക്ഷിച്ചോളും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. നമ്മളെ വീടുകൾ അടച്ചു പൂട്ടിയിട്ടിട്ട് പടച്ച തമ്പുരാനെ നിന്റെ സംരക്ഷണം ഉണ്ടാകണേ എന്ന് പറയുന്നത് പോലെ നമ്മൾ യാത്രക്കാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിച്ച ശേഷം അള്ളാഹുവെ എന്നെ നീ ഏറ്റെടുക്കണേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൃഗങ്ങളെ കെട്ടിയിട്ട ശേഷം റബ്ബിന്റെ കാവലുണ്ടാകണേ എന്ന് കൊതിക്കുന്നത് പോലെ മനുഷ്യൻ ചെയ്യേണ്ടതത്രയും ചെയ്ത് പൂർത്തിയാക്കി എന്നിട്ട് പ്രതിഫലത്തെ, പരമമായ ഫലത്തെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥക്കാണ് തവക്കുൽ എന്ന് പറയുക. ഞാൻ ചെയ്യാതിരിക്കുകയല്ല, എനിക്ക് ചെയ്യാനുള്ളതിന്റെ 100% ചെയ്ത ശേഷം അള്ളാഹുവെ എങ്കിലും നിന്റെ കയ്യിലാണല്ലോ ഇതിന്റെ പരമമായ വിജയമുള്ളത്, ഇതിന്റെ പൂർത്തീകരണമുള്ളത്, നീ എന്നെ ഏറ്റെടുക്കണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് മനസ്സ് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ ഔന്നത്യം ആർജിക്കുക എന്നതാണ് തവക്കുലിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. നിങ്ങൾ ഫതവക്കലു ഹഖ്ക തവക്കുലിഹി ലറസഖ്നാകും കമാ യർസുഖു തൈർ, നിങ്ങൾ തവക്കുലാക്കേണ്ട രൂപത്തിൽ തവക്കുലാക്ക്, എങ്കിൽ പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ പടച്ച തമ്പുരാൻ നിങ്ങളെയും സമാശ്വസിപ്പിക്കും, നിങ്ങൾക്കും ഭക്ഷണം തരും. തവക്കുലാക്കേണ്ടതുപോലെ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തദ്ബീർ ഉണ്ടാവുക, അസ്ബാബ് ഉണ്ടാവുക എന്നാണ്. നമ്മളുടെ നിയന്ത്രണം നമ്മുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുക, അതിനൊരു നിമിത്തം ഉണ്ടാവുക, കാരണങ്ങൾ നമ്മൾ ഒരുക്കുക, ഈ കർമ്മങ്ങൾ ചെയ്ത് അതിനുള്ള സാഹചര്യം ഒരുക്കിയ ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നർത്ഥം. അങ്ങനെ ചെയ്യുന്നവർക്ക് പരമകാരുണികനായ തമ്പുരാന്റെ കരുതലും കാവലും ഉണ്ടാകും. അതാണ് തവക്കുലിന്റെ വിജയം. അള്ളാഹു ശരിയായ അർത്ഥത്തിൽ തവക്കുൽ ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.